ചിക്കമംഗ്ലൂർക്ക് വീണ്ടും അവിടുന്ന് 2-2.5 മണിക്കൂർ ഓട്ടമുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ഓഫ് റോഡ് ട്രക്കിംഗ് നടത്തും. അവിടെ തന്നെയാണ് നമുക്ക് രാവിലെ ഞങ്ങള് ഭക്ഷണം ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ആക്കി ഉഷാറായി ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചത് മുല്ലയങ്കിരി മലയുടെ മുകൾക്കാണ്. അവിടേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ബസ് നമ്മൾ ഏകദേശം അടിയിൽ പാർക്ക് ചെയ്ത് ഒരു ക്രൂയിസറിലാണ് യാത്ര. ചിക്കമംഗളൂരു മുമ്പ് കിരിയമുകളി എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യയിലെ സംസ്ഥാനമായ കർണാടകയിലെ ചിക്കമംഗളൂർ ജില്ലയുടെ ഒരു നഗരവും ആസ്ഥാനവുമാണ്. പശ്ചിമഘട്ടത്തിലെ മുല്ലയങ്കിരി കൊടുമുടിയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം സുഖകരവും അനുകൂലവുമായ ഹിൽ സ്റ്റേഷൻ കാലാവസ്ഥയാണ്. ഉഷ്ണമേഖലാ മഴക്കാടുകൾ, കാപ്പിത്തോട്ടങ്ങൾ എന്നിവയാൽ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. ഇതിന്റെ വടക്കു ഭാഗത്താണ് പ്രകൃതിദത്തമായ ബാബ ബുദ്ധഗിരി സ്ഥിതി ചെയ്യുന്നത്. അവിടെ ബാബ ബുദ്ധൻ ആദ്യമായി കാപ്പി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതായി വിശ്വസിക്കുന്നു. ഇന്ത്യയിലെ കർണാടകയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മുല്ലയങ്കിരി. ചിക്കമംഗളൂരു താലൂക്കിലെ പശ്ചിമഘട്ടത്തിലെ ചന്ദ്രദ്രോണ മലനിരകളിലാണ് മുല്ലയങ്കിരി സ്ഥിതി ചെയ്യുന്നത്. 6316 അടി ഉയരമുള്ള ഇത് കർണാടകയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. വളരെ ഭംഗിയും തണുത്ത കാറ്റും ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. മലയുടെ അടിഭാഗത്തായി നിരവധി കച്ചവടക്കാരുണ്ട്. ചോളോൻ, കാപ്പി, അതുപോലുള്ള അവിടുത്തെ പ്രത്യേകമായ ഫുഡുകളൊക്കെ ആയിട്ടുള്ള നിരവധി ഭക്ഷണങ്ങളും അവിടെ ലഭ്യമാണ്. നിൽക്കുന്നത് മുല്ലയങ്കിരി ഒരു 4000 മേലെ അടി ഉയരത്തിലുള്ള ഒരു ഹിൽസിലാണ് നിൽക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആണ്, നൈസ് പ്ലേസ് ആണ്. ചിക്കമംഗളൂരാണ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് വന്ന് കാണാൻ പറ്റും. ഉഷാറാക്കുക, എൻജോയ് ചെയ്യാൻ. ഞങ്ങൾ സുഹൃത്തുക്കളൊത്ത് ഇന്ന് വന്നിട്ട് ബാംഗ്ലൂരാണ്. ഇവിടെ ഒരു ഹൈ ഹിൽസിലാണ് ഇപ്പോൾ നിൽക്കുന്നുള്ളത്. സൗഹൃദം എപ്പോഴും നമുക്ക് വലിയൊരു അസറ്റായി മാറുന്ന ഒരു സമയമാണ്. യാത്ര എല്ലാവരും ആസ്വദിക്കുക, യാത്ര ചെയ്യുക, പുതിയ പുതിയ സൗഹൃദങ്ങൾ. അങ്ങനെ ഞങ്ങള് മുല്ലയങ്കിരി മല ഇറങ്ങി നേരെ പോയത് പോണ വഴിക്കുള്ള ഒരു ചെറിയ വാട്ടർഫാൾസ് ആണ്. അങ്ങനെ അതിൻ്റെ മുകൾ ഭാഗത്തൂടെ കയറി കഴിഞ്ഞാൽ ചെറിയൊരു കാട്ടിലേക്കൊക്കെ പോവാം. അവിടെയൊക്കെ പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോരാൻ ഉണ്ടായത്. നിരവധി പേരാണ് അവിടെ ഉള്ളത്. വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ബിനറി എക്സോട്ടിക്ക എന്ന് പറഞ്ഞ റിസോർട്ടിൽ പോയി. അവിടെയാണ് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ റൂമിലൊക്കെ പോയി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ചാക്കി കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷപ്പായി ഉഷാറായി ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി. റിസോർട്ടിൻ്റെ പുറത്ത് ഭാഗത്തൊക്കെ ഒന്ന് കറങ്ങി ഇതിന് ശേഷം ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് സഫറോൺ ടീംസിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്തു.
പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. വളരെയധികം സക്സസ് ആണ് നമ്മുടെ ഡൊമസ്റ്റിക് ട്രിപ്പുകളും അതേപോലെ തന്നെ ഇന്റർനാഷണൽ ട്രിപ്പുകളും അതേപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് നമ്മൾ പോകട്ടെ. ഇപ്രാവശ്യം ഒരു ബസ്സിലുള്ള ആളൊക്കെ ഏകദേശം സഫ്രോണിന്റെ ടീമുണ്ട്. കാരണം എല്ലാ പ്രാവശ്യവും 5 പേര് 4 പേരുണ്ടാകും. അപ്പൊ ഈ പ്രാവശ്യം നമ്മുടെ ടീമും കൂടി നമ്മൾ സിൽവർ ജൂബിലി പ്രമാണിച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മള് സെയിൽസിലുള്ള ടീമാണ് വരാറുള്ളത്. ഓക്കെ, ഇത്രയും സംഗതികളാണുള്ളത്. ഓക്കെ, അങ്ങനെ അവിടെ ചെറിയ മീറ്റിങ്ങും പ്രോഗ്രാംസും ചെറിയ കലാപരിപാടികളൊക്കെ പാടായിട്ട് ഏകദേശം ഒരു 10-10:30 വരെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ പോയി കിടക്കാൻ പോയി, കിടന്നുറങ്ങി. പിന്നെ പ്രോഗ്രാം നാളെ രാവിലെ അത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.